ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടിയിൽ കയറി കാറിനകത്ത് ഞങ്ങൾ ബോംബെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കാറിനകത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ഒരു റോഡിൽ, ഒരു വലിയ റോഡിലെത്തി. അത് എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി സെവറി റോഡാണ്. ആ റോഡിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡെന്ന് പറയുന്നത് ഇടയ്ക്ക് രണ്ട് മലകളുടെ ഇടയിൽ കൂടെയുള്ള റോഡാണ്. അത് കഴിഞ്ഞൊരു പാലം വരുന്നുണ്ട്. 22 കിലോമീറ്റർ ഒരു പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലം കടലിൻ്റെ മേളിൽ കൂടെ ഉള്ളതാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഇരുവശത്ത് കടൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മഞ്ഞുള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് അടൽ ബിഹാരി വാജ്പേയി സെവറി റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കാഴ്ചകളൊക്കെയാണ്. അതിവിശാലമായ റോഡാണ്. എല്ലാം ചെറിയ മഞ്ഞുള്ളതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി നമ്മൾ മറൈൻ ഡ്രൈവിലാണ് എത്തിച്ചേർന്നത്. മറൈൻ ഡ്രൈവ് കാണാനായിട്ടാണ് നമ്മൾ പോയത്. മറൈൻ ഡ്രൈവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കടലാണ്. കടലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തതാണിത്. ബോംബെയുടെ ഒരു ഭാഗം മൊത്തം വെള്ളത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് തോന്നും. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഒരു വശം മൊത്തം കടലാണ്. കടലിൻ്റെ തീരത്ത് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മളവിടെ ചെന്ന്, അതും കടലിൻ്റെ തീരത്താണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണ്ട് ബ്രിട്ടീഷുകാരും മറ്റ് പാശ്ചാത്യ രാജ്യക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് കടന്നുകൊണ്ടിരുന്നത് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ കൂടിയാണ്. കടലിൻ്റെ സൈഡിലാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളങ്ങോട്ട് നോക്കിയാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വേറെ ബിൽഡിങ്ങാണ്. അതാണ് നമ്മുടെ, അവിടെയും കടലാണ് മൊത്തം. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് താജ് ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റും. ഇതല്ല താജ് ഹോട്ടൽ, ഓപ്പോസിറ്റ് സൈഡിൽ താജ് ഹോട്ടൽ ഉണ്ട്. താജ് ഹോട്ടലാണ്. താജ് ഹോട്ടലിന് പണ്ട് ഈ അക്രമികളൊക്കെ കയറി ആക്രമിച്ചെന്ന് പറഞ്ഞൊരു വലിയ ഹോട്ടലാണ്. വലിയ ആക്ടേഴ്സും ഫോറിനേഴ്സും ഒക്കെ വന്ന് മാത്രം താമസിക്കുന്ന ഒത്തിരി ചാർജ് കൂടിയ ഒരു ഹോട്ടലാണത്. അങ്ങനെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടിട്ടുണ്ടെങ്കിലും താജ് ഹോട്ടൽ ഇതിൻ്റെ അടുത്താണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഇത്ര വലിയ ഹോട്ടലാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു നല്ല വ്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന്, അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോയി പിന്നൊരു ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്താറായപ്പം CST ഛത്രപതി ശിവാജി ടെർമിനൽ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ള യാത്രയ്ക്കായിട്ട് നമ്മളവിടെ നിൽക്കുകയാണ്. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ആണ് എടുത്തത്.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനകത്ത് കയറി നമ്മൾ വീട്ടിലേക്ക് പോയി.